വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് രീതി മാറിയോ. ഓക്കെ, ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇലക്ഷൻ്റെ ടൈം കഴിഞ്ഞു. BJPയുടെ മൂന്നാമത്തെ ഭരണം, ഇന്ത്യയിലെ മൂന്നാമത്തെ കണ്ടിന്യൂ ആയിട്ടുള്ള മൂന്നാമത്തെ ഭരണമാണ്. ഇനി എങ്ങനെ കഴിഞ്ഞ 10 വർഷത്തെ ഉണ്ടായ ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വളർച്ച ഇനിയും ഉണ്ടാകുമോ, ആ കുതിപ്പ് ഇനിയും ഉണ്ടാകുമോ, നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ അതിനെക്കുറിച്ച് നല്ലൊരു ഡിസ്കഷൻ നടത്താം. ഓക്കെ, എനിവേ നമ്മൾ ഇന്നത്തെ മാർക്കറ്റിനെ ഒന്ന് അവലോകനം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലെ നല്ലൊരു ഫോൾ വന്നത് അവസാനത്തെ മണിക്കൂറുകളിലാണ്. ഓക്കെ, ഞാനിത് ഏകദേശം ഈ ഒരു ഏരിയയിൽ ഞാൻ സെല്ല് ചെയ്തിരുന്നു. ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ഫോൾ ആയിരുന്നു. ഞാൻ ഒരല്പം കൂടി ഈ ഒരു സോണിൽ എത്തിയിരുന്നെങ്കിൽ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തിയിരുന്നെങ്കിൽ ഞാൻ സെല്ല് ചെയ്തതിനെ. അതിന് വലിയ റീസൺ ഞാൻ സിമ്പിളായിട്ട് ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അതിന് മുന്നേ 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആകുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റീറ്റെയിലേഴ്സിനെ കൊണ്ട്, റീറ്റെയിലേഴ്സ് സാധാരണക്കാരെ നമ്മളെ കൊണ്ട് നമ്മുടെ പൈസ എങ്ങനെ ക്രൗഡ് ഫണ്ടിങ് അവർ എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റുന്നു. അതായത് നമ്മൾ ചെറിയ എമൗണ്ട് 40,000, 5,000, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ആയിട്ട് വരുന്നവരൊക്കെയാണ് നമ്മൾ. ഓക്കെ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം നിയർലി 3-4% വരെ ആളുകളാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 3-4% പറയുമ്പോൾ നിയർലി ക്രോർസിന് അടുത്തത്. ഈ ക്രോർസിനകത്ത് അടുത്തുമ്പോൾ ഏകദേശം 1-2 കോടി, 2-3 കോടി ആളുകളാണെങ്കിലും 20,000-30,000 കൊണ്ട് വരികയാണെങ്കിൽ ഇതൊരു ക്രൗഡ് ഫണ്ടായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിന് അവർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ നമ്മുടെ പൈസയെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് രീതി അങ്ങനെയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? സ്റ്റോപ്പ് ലോസസ് ഹണ്ട് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, അതായത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സിൻ്റെ മണിയെ അവർ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് നടന്നത്. അതുപോലെയാണ് ഈ ഒരു ഉദാഹരണം. ഓക്കെ, ഇതിന് വലിയ റീസൺസ് ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ അതാണ് ലാസ്റ്റ് ഡേയിലൊരു മൂവ് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലാണ് എത്തിയത്. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലെത്തിയതിന് ശേഷം ഞാൻ എപ്പോഴും എൻ്റെ അധികം 100-ലധികം വീഡിയോസിന് എന്ത് പറഞ്ഞിട്ടുണ്ട്, മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ് തന്നതിന് ശേഷം മാർക്കറ്റ് ഇനിയും മുകളിലോട്ട് പോകും എന്ന് വിചാരിച്ചിരിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. പക്ഷെ പോകും, നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല മാർക്കറ്റ് പോകുന്നത്. മാർക്കറ്റിൻ്റെതായ ഇഷ്ടത്തിനാണ് പോകുന്നത്. അവിടെ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഇവിടുന്ന് മുകളിലോട്ട് പോകും, പക്ഷേ മാർക്കറ്റ് പോകില്ല. ആ പോകുന്നത് പോലെ കാണിച്ച് കണ്ടിന്യൂ താഴത്ത് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വലിയ റീസൺസ് എന്താണ്? വലിയ ഹൈകൾ സാധാരണക്കാരുടെ റീറ്റെയിലേഴ്സ് യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട്, ഞാൻ നിസ്സാരമായിട്ട് ഒരു കാര്യം ഞാൻ കാണിച്ചാൽ, യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് കോഴ്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് കൂടുതലും ഇതേപോലെയുള്ള വേസ്റ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ്, ഓക്കെ, ഇവർ നിങ്ങളെ ഫീഡ് ചെയ്യുന്ന ഇവരുടെ കോഴ്സസ്, ഓക്കെ, ഇതേപോലുള്ള ആളുകളുടെ കോഴ്സസ്, ഇയാളുടെ കോഴ്സസ്, അത് പല കണക്കിനായിട്ടാണ്. ഇദ്ദേഹം വലിയ ട്രേഡേഴ്സ് ആകാം, ഐ ഡോണ്ട് കെയർ, പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. ബട്ട് ഇവരൊക്കെ മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ആണ് ചെയ്യുന്നത്. ആക്ച്വലി ഇവരുടെ വീഡിയോസ് ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു നഷ്ടത്തിലോട്ടാണ് നിങ്ങളുടെ ട്രേഡിംഗ് ജീവിതത്തെ അല്ലെങ്കിൽ ട്രേഡിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇതേപോലുള്ള ന്യൂസെൻസുകളെ ഒന്നും ഫോളോ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട്, ഓക്കെ, ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന ഒരിക്കലും ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടേതായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെറ്റപ്പിനെയൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിനായിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, അതും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾ നിങ്ങൾക്ക് കോഴ്സ് തരാം, അല്ലെങ്കിൽ ഇതേപോലെ 3 PM സ്ട്രാറ്റജി, 4 PM സ്ട്രാറ്റജി, 2 PM സ്ട്രാറ്റജി, 9-15 സ്ട്രാറ്റജി, അല്ലെങ്കിൽ 9-20 സ്ട്രാറ്റജി, മതിൽ സ്ട്രാറ്റജി, ഇത് സ്ട്രാറ്റജി, 3-30 സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് എക്സ്പയറി ഡേ സ്ട്രാറ്റജി, Hero to Zero, ഇതൊക്കെ മാർക്കറ്റിന് മാനിപ്പുലേഷൻ ആണ്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ അടുത്ത മിനിറ്റിൽ എന്ത് നടക്കേണ്ട ബേസിക്സ് ഓപ്ഷൻസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇതിപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇതേപോലെയുള്ള കോഴ്സും ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ സാധാരണ റീറ്റെയിലേഴ്സിനൊന്നും മനസ്സിലാകില്ല. അവർ മനസ്സിലാകുന്ന രീതിയിൽ ഇതേതെങ്കിലും ഒരുത്തൻ്റെ കോഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ടവനെ, അത് ഇപ്പം സപ്പോസ് ഹിന്ദി മാത്രമല്ല, ഞാനിപ്പോൾ കാണിച്ചത് മലയാളത്തിലും ആപ്ലിക്കബിൾ ആണ്. മലയാളത്തിൽ ഇതേപോലെ തന്നെ നിങ്ങളെ കോഴ്സ് പറ്റിക്കുന്ന നിരവധി ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ,
അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ പലർക്കും പല രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഞാൻ അതിനൊന്നും മോശമായിട്ട് പറയുന്നില്ല. ബട്ട് ഈ കോഴ്സ് വിറ്റ് വിൽക്കുന്നവർക്ക് ആക്ച്വലി ഇവരൊന്നും കോഴ്സ് വിറ്റുകൊണ്ട് മാത്രമാണ് പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓരോന്നും റിയാലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു ആ പാത്തിലല്ലേ അവർ ട്രേഡ് ചെയ്യുന്നത്. അവർ എങ്ങനെയോ ബ്രേക്കൗട്ടിലൊക്കെ ചാടി കയറുന്നു. അവരുടെ ഫേവറിൽ വരുന്ന ദിവസം അവരുടെ ടെലഗ്രാം ഗ്രൂപ്പ്സിലും എല്ലാത്തിനകത്തും അപ്ഡേഷൻസ് വരും. അപ്ഡേഷൻസ് മീൻസ് വലിയ ഞാൻ ഇന്ന് 1000 പോയിന്റ് ഇവിടുന്ന് ഞാൻ ക്യാച്ച് ചെയ്ത് 1 ലക്ഷം രൂപ ഉണ്ടാക്കി, 2 ലക്ഷം രൂപ ഉണ്ടാക്കി, 1 കോടി രൂപ ഞാൻ ഉണ്ടാക്കി. ഇതേപോലെയുള്ള മോഹന വാഗ്ദാനങ്ങളിൽ സാധാരണ റീറ്റെയിൽസ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ റീറ്റെയിൽസ് വീഴുമ്പോൾ എന്താ ചെയ്യുക? ഇവിടെ ക്രൗഡ് ഫണ്ടിങ് ആണ് നടക്കുകയാണ്. ക്രൗഡ് ഫണ്ടിങ് മീൻസ് അങ്ങനെ ഇന്ന് ഞാനൊരു 20,000 മാർക്കറ്റിൽ വരികയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് തന്നെ ഞാൻ നോക്കുന്നത് 5,000 10,000 ഒക്കെ ആയിരിക്കും സാധാരണ ഇപ്പോൾ ന്യൂ ആയിട്ടുള്ള റീറ്റെയിൽസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരൊക്കെ ചെയ്യുന്നത് കണ്ടോ, ഇതേപോലെ തന്നെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് റെസിസ്റ്റൻസ് ക്രിയേഷൻ? സെല്ലിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെല്ലിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റ് ഇതെന്താണ്? ലാസ്റ്റ് ഡേയിലെ ഹൈയും കൂടിയാണ്. അതിനൊപ്പം തന്നെ ഇതെന്താണ് മാർക്കറ്റ് നിൽക്കുന്നത്? ഇതൊരു ക്ലിയർ ഒരു റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. മാർക്കറ്റ് എടുത്ത് നിൽക്കുമ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് ഇന്നത്തെ ദിവസം മാർക്കറ്റ് സ്ലൈറ്റ്ലി ഓപ്പൺ ചെയ്ത ഉടനെ മുകളിലോട്ട് പോയാണ്. അപ്പോൾ റീറ്റെയിലേഴ്സ് ചാടി കയറി ഈ ക്യാൻഡിൽ ബൈ ചെയ്യില്ല. അവരൊരിക്കലും ബൈ ചെയ്യില്ല. അവരെന്താ ചെയ്യുക? ഈ ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് പുഷ് ചെയ്ത് പിന്നെ ഒന്ന് മുകളിലോട്ട് പോകാൻ നേരത്ത് മാത്രമേ റീറ്റെയിലേഴ്സ് എൻട്രി എടുക്കുകയുള്ളൂ. ഓക്കെ, ബട്ട് ഞാൻ ഇവിടെ ആക്യുറേറ്റ് ആയിട്ട് കാത്തിരുന്നു മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു. അതിന് പിന്നെ റീസൺ എന്താണ്? അതിന് പിന്നെ റീസൺ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ എന്താണ് ആവശ്യം? മാർക്കറ്റിൽ ലിക്വിഡിറ്റിയാണ് ആവശ്യം. മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞ ദിവസം തൊട്ട് മാർക്കറ്റ് ഒന്ന് മൂവായി വന്നതാണ്. നല്ല രീതിയിൽ തന്നെ ഈ മൂവായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫോൾ വന്നതിന് ശേഷം ഇതിലോട്ട് ഞാൻ വരാം. ഈ ഫോളിന്റെ പിന്നിലോട്ട് ഈ ഫോൾ വന്നതിന് പിന്നിലെ റീസണിലോട്ട് ഞാൻ വരാം. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഒരു ഏരിയയിലെത്തി. ഓക്കെ, ഈ ഒരു ഏരിയ എത്തിയതിനു ശേഷം നോക്കുക, ഈ കഴിഞ്ഞ ഒരു ദിവസം 6-ാം തീയതിയിലെ ഹൈ ആയിരുന്നു ഇത്. ഓക്കെ, 6-ാം തീയതിയിലെ ഹൈ. ഓക്കെ, 6-ാം തീയതിയിലെ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം ചെയ്തത്. ഓക്കെ, ഇത് 6-ാം തീയതിയിലെ ഹൈ. അതിനുശേഷം 7-ാം തീയതി മാർക്കറ്റ് ഈ ഹൈനെ അപ്രോച്ച് ചെയ്യണം. ഈ ഹൈനെ അപ്രോച്ച് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? നേരെ ബ്രേക്ക്ഔട്ട് തരികയാണ്. ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഇതൊരു ചാനൽ അല്ലെങ്കിൽ ഒരു ബോക്സിനകത്താണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സൂം ചെയ്ത് ഞാനൊന്ന് കാണിക്കാം, നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ 2 ദിവസത്തെ ഹൈ ആണ് മാർക്കറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്ത്. ഓക്കെ, ഇന്ന് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മാർക്കറ്റ് മൂവ് ആകണമെന്നുണ്ടെന്നല്ല ഈ ഒരു മൂവിൽ വന്നൊരു മൂവ് സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ വന്നിട്ട് കണ്ടിന്യൂ ഇത് മൂവ് ആയി പോയാൽ ഇത് ഒരിക്കലും ഇതേപോലെ ഒരു റീറ്റെയിലേഴ്സിന് ഈ ഏരിയയിൽ നിന്ന് സെല്ലിങ് ഇനി ഇവിടുന്ന് ബൈ ഇവിടെ സെല്ലിയാൻ ബൈ ചെയ്യാൻ ഒരിക്കലും കാണിക്കില്ല. അതിന്റെ വഴിക്ക് തന്നെ അങ്ങ് പോകും. നമുക്കൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. അത് ഞാൻ വീട്ടിൻ്റെ അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഈ മുകളിൽ ബ്രേക്ക്ഔട്ടിൽ കയറാൻ കാത്തിരിക്കും. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പുഷ് ചെയ്ത് കാണിക്കും. ഇനി റീറ്റെയിലേഴ്സിന്റെ ക്രൗഡ് ഫണ്ടിങ് ഈ ഏരിയയിലെത്തും. അവരവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഞാൻ ആക്ച്വലി ഈ ഏരിയയിൽ ഇവിടുന്ന് സെല്ല് ചെയ്യാനായിട്ട് എന്താ വെച്ചാൽ എൻ്റെ ഓർഡേഴ്സ് ഞാൻ ഈ ഏരിയയിലുണ്ടാകും. അതുകൊണ്ട് എനിക്കിത് മിസ്സായി. ഓക്കെ, എനിക്ക് ഇവിടുന്ന് ഈ സെല്ലിങ് എടുക്കാൻ പറ്റിയില്ല. രാവിലെ തന്നെ ഞാൻ എടുക്കണം. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ സെല്ലിങ് ചെയ്ത് മാർക്കറ്റ് ഇത് കണ്ടു. ഈ ഒരു ഏരിയയിൽ എന്തായിരിക്കും സംഭവിക്കുക? റീറ്റെയിലേഴ്സ് ബൈ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, റീറ്റെയിൽസ് ഇവിടെ ബൈ ചെയ്യാൻ ശ്രമിക്കും. മാർക്കറ്റ് അവരെ താഴത്തോട്ട് കൊണ്ടുവന്നപ്പോൾ ഇത്രയും വലിയൊരു ക്യാൻഡിൽ ഫോൾ കാണുമ്പോൾ ഒരു 4-ാം തീയതിയിലൊക്കെ ഫോളിനെ സ്മരിക്കും. ഏത് ഇലക്ഷൻ ഡേയിലെ ഫോളിനെ സ്മരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും റീറ്റെയിലേഴ്സിന് മനസ്സിലാകാൻ പറ്റുന്നൊരു ഫോളാണ് ഇലക്ഷൻ ഡേയിലെ ഫോൾ. അപ്പോൾ അതിന് പെട്ടെന്ന് സ്മരിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? മാർക്കറ്റിൽ വന്നു പിന്നെയും ഈ ലോയെ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കോമഡിയാണ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് വേറെ ഒരു ചാനലാണെന്ന് പറഞ്ഞു കിട്ടില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതേപോലെയുള്ള സെൽ സൈഡിലോട്ടും പോകാൻ മാർക്കറ്റ് അവർ റിമൂവ് ചെയ്ത് മുകളിലോട്ട് പോകും. ആക്ച്വലി ഞാൻ ഈ ഏരിയയിൽ നിന്നാണ് സെൽ ചെയ്തത്. ഓക്കെ, ഞാൻ ഈ ഒരു ഏരിയയിൽ, അതായത് ഞാൻ പ്രീമിയം നോക്കിയാണ് ഈ ഒരു ഏരിയയിൽ പ്രീമിയം ചാർട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് കണ്ടാവും. അതായത് നിയർലി ഈ ഒരു ഏരിയയിൽ 400 വെച്ചു. ഓക്കെ, 400 വെച്ചു. ഞാൻ എന്ത് ചെയ്യും? 400 ഇപ്പോൾ ഈ ഏരിയയിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റ് അവിടെ വരെ എത്തിയില്ല. പക്ഷേ ഇവിടുത്തെ മാർക്കറ്റിന് വോളറ്റിലിറ്റി ക്രിയേഷൻ കൂടി 400 ബ്രേക്ക് ചെയ്ത് നിയർലി 390 വരെ പോയെന്ന് വെച്ചു. അപ്പോൾ ഞാൻ 392 3 സെൽ ഓർഡർ ഇടും. ഞാൻ ഈ ഏരിയ സെൽ ഓർഡർ ഇടും. അപ്പോൾ ആ വോളറ്റിലിറ്റി ക്രിയേഷന് നമുക്ക് ഓർഡേഴ്സ് കിട്ടുകയും മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ഫേവറിൽ വരികയും ചെയ്തു. അപ്പോൾ ഫേവറിൽ വന്നതിന് ശേഷം മാർക്കറ്റ് എന്താ സംഭവിച്ചത്? ഒരു
ഫോൾ, അതായത് ക്വിക്ക് ഫോൾ, ഇതേപോലൊരു ഫോളാണ് ഞാൻ പ്രതീക്ഷിച്ചു. 1 2 3 ക്യാൻഡിൽ ഞാൻ ഇത് പ്രതീക്ഷിച്ചു. അങ്ങനെ ഇതേപോലെയുള്ള അവസരങ്ങളിൽ ഇതേപോലെ ഒരു ബ്രേക്ക് ഔട്ട് വലിയ ലോങ് വീക്ക് തന്നതിന് ശേഷം അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം മാർക്കറ്റ് ഫെയിൽ കണ്ടിന്യൂ വന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെയും ഈ വഴിക്ക് മുകളിലോട്ട് പോകാൻ സാധ്യതയാണ്. ഓക്കെ, മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതിന് വലിയ റീസൺ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ റീസൺ നീലി നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം, വോളിയം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വോളിയത്തിനെ കുറിച്ച് തന്നെ വോളിയം ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻട്രി ഇപ്പോൾ എടുക്കുന്നത്. നോക്കുക, സോറി ഒരു മിനിറ്റ്, ഇതേപോലെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ജസ്റ്റ് ഞാൻ വോളിയത്തിനെ കുറിച്ചൊന്ന് ബേസിക് ഒന്ന് പറയുന്നത് കണ്ടോ. ലാസ്റ്റ് ഡേയിൽ നോക്കുകയാണെങ്കിൽ ഈ വോളിയം അതിനെ എൻഗൾഫ് ചെയ്യണം, കണ്ടോ, ഇതിനെ എൻഗൾഫ് ചെയ്യണം. അതിനുശേഷം ഇന്നും മാർക്കറ്റ് എന്താണ് ഈ ഹൈ സൈഡിലോട്ടാണ്. ഓക്കെ, അതായത് മാർക്കറ്റിന്റെ വോളിയം നോക്കുക, ഫ്യൂച്ചറിലെ വോളിയം നോക്കുക. ഫ്യൂച്ചറിലെ വോളിയം നോക്കുക. ഫ്യൂച്ചറിലെ വോളിയം എന്ത് പണിയാൻ നോക്കണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യുന്നത്, ഓപ്ഷൻസിന്റെ മൂവ് ഓക്കെ ഫ്യൂച്ചർ ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് വന്നിരിക്കുന്നത്. സോ ഫ്യൂച്ചർ ട്രേഡിങ്ങിൽ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയൊരു മൂവ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഫ്യൂച്ചറിലും ഫ്യൂച്ചറിന്റെ ഓപ്ഷൻസിലും അവരുടെ കോൺട്രാക്ട്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ആഡ് അല്ലെങ്കിൽ അവർ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ ഒരു മുകളിലോട്ടൊരു മൂവ് ഞാൻ പ്രതീക്ഷിച്ചു. അതിൻ്റെ ആദ്യത്തെ എൻട്രിക്ക് ശേഷം ഞാൻ ഇതിനൊന്ന് ഡീപ്ലി ഒന്ന് നോക്കുമ്പോൾ എനിക്ക് മുകളിലോട്ട് എൻട്രിയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ മുകളിലോട്ട് ഞാൻ ഇപ്പോഴും എൻട്രി എടുക്കുന്ന സ്റ്റൈൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻട്രി എടുക്കുന്ന സ്റ്റൈൽ എങ്ങനെയാണ്, എല്ലാവരും എവിടെ സ്റ്റോപ്പ് ലോസ് ഇടുന്നോ അവിടെ ഞാൻ എൻട്രി എടുക്കാൻ ശ്രമിക്കും. എല്ലാവരും ഇവിടെ ഞാൻ എന്തുകൊണ്ട് സെല് ചെയ്യാൻ തീരുമാനിച്ചു, എല്ലാവരും ഈ വന്നൊരു പുഷ് കണ്ടോ, ഈ വന്നൊരു പുഷ് അല്ലെങ്കിൽ ഇത് കണ്ടോ, ഈ വന്നൊരു പുഷ്, ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിലാണ്. ആരുടെ സ്റ്റോപ്പ് ലോസ് ആക്ച്വലി ഈ വന്ന മൂവിന്റെ പിന്നിലെ റീസൺ. ഓക്കെ, ഇതാണ് ആക്ച്വലി ഞാൻ എടുക്കേണ്ടിരുന്ന മൂവ്. ഈ മൂവാണ് ഞാൻ ആക്ച്വലി ഇവിടെ പ്രതീക്ഷിച്ചത്. ഈ ഒരു ഏരിയയിൽ പ്രതീക്ഷിച്ച ഈ മൂവാണ്. ഓക്കെ, ഈ മൂവ് ഞാൻ ഇവിടെ പ്രതീക്ഷയാണ്. എന്താണ് അതിനുള്ള റീസൺ എന്താണ്, ഈ വന്നവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, ആദ്യമേ ഒന്ന് ഹണ്ട് ചെയ്തു. മാർക്കറ്റിൽ നിന്ന് ഔട്ടാകാത്തവരെ കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അവരുടെ സ്റ്റോപ്പ് ലോസും കൂടി മാർക്കറ്റ് അവർ ഇതിന് മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റിൽ അവരവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യും. അവർ ആദ്യമേ ഒന്ന് പേടിച്ചു, പിന്നെയും കുറച്ച് നേരം കൂടി പിടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അവരുടെ സ്റ്റോപ്പ് ലോസ് അല്ലെ രണ്ടാമത് ഈ മാർക്കറ്റിൽ ഈ കയറിയവരെ സ്റ്റോപ്പ് ലോസ് സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിലാണ്. അപ്പോൾ അവരുടെ മാർക്കറ്റ് ഓക്കെ നോക്കുക കൊണ്ടുവന്നതിന് ശേഷം ഓക്കെ ഈ ഏരിയയിൽ സെല്ല് ചെയ്തവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിലുണ്ടാകും. അത് ഹണ്ട് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ക്യുക്കായിട്ട് വരികയാണ് ചെയ്യുന്നത് താഴത്തോട്ട്. ഓക്കെ, ഈ ഒരു മൂവ് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാർക്കറ്റിൽ എൻട്രി എടുത്തു. ബട്ട് എൻ്റെ കോസ്റ്റ് കുറച്ച് നേരം ടൈം ഞാൻ നോക്കി, ബട്ട് മാർക്കറ്റ് വരുന്നില്ല, എൻ്റെ ഫേവറിൽ വരുന്നില്ല. കണ്ടപ്പോൾ ഈ ഏരിയയിൽ ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം എൻ്റെ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യും. അതിനുശേഷം എൻ്റെ ഫേവറിൽ മാർക്കറ്റ് ക്യുക്കായിട്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെ ലിക്വിഡിറ്റി ഹണ്ടിങ് ആണ്. അപ്പോൾ നിങ്ങൾ എൻട്രി എടുക്കേണ്ട മാസസ് ഓക്കെ, അതായത് മാസീവായിട്ടുള്ള ആളുകളുടെ സ്റ്റോപ്പ് ലോസസ് എവിടെയാണെന്ന് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ സെല്ല് ചെയ്യണം. ഒരിക്കലും പോയിട്ട് റെസിസ്റ്റൻസ് സെല്ല് ചെയ്യാൻ ചെയ്യിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുഷ് തരികയാണെങ്കിൽ ഈ ഏരിയയിൽ നിങ്ങൾ സെല്ല് ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫേവറിൽ മാർക്കറ്റ് ഒരു മൂവെങ്കിലും തന്നിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും ചിലപ്പോൾ നിങ്ങളുടെ മൂവിലോട്ട് പോയിന്നും ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോയെന്നിരിക്കും. ബട്ട് പേടിക്കേണ്ട കാര്യമില്ല, വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായി സ്റ്റോപ്പ് ലോസസ് എവിടെ കൂടുതലുണ്ടോ ആ സ്റ്റോപ്പ് ലോസസിനെ ഹണ്ട് ചെയ്ത് മാർക്കറ്റ് ആ ഫേവറിൽ വരാൻ വളരെ സാധ്യത. അപ്പോൾ ഇത് ഇന്നത്തെ വലിയൊരു അപ്ഡേഷനാണ്. ഇനി ഞാൻ പോകുന്നതും ഇലക്ഷൻ ഡേയിലെ ഹാപ്പി മാർക്കറ്റിനെ കുറിച്ചാണ്. ഹാപ്പി മാർക്കറ്റ് എന്താണ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി. എല്ലാവരും സ്പൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്പൈക്ക് പ്രതീക്ഷിച്ചിരുന്ന ദിവസം നോക്കുക ഈ ഡേയിൽ. ഓക്കെ നോക്കുക, മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, വ്യാജമായിട്ടുള്ള ന്യൂസസ് എക്സിറ്റ് പോൾ BJP അല്ലെങ്കിൽ NDA ഗവൺമെൻറ് 400+, 500+, അല്ല 350+, എല്ലാ എക്സിറ്റ് പോൾ ചാനലുകളും ഈ ഒരു ഏരിയയിൽ ഈ ദിവസം അതായത് എക്സിറ്റ് പോളിൻ്റെ അന്ന് ഓക്കെ എല്ലാ പറഞ്ഞതും BJP വലിയൊരു മാർജിനോടുകൂടി മാർക്കറ്റിൽ വരും. ഓക്കെ, മാർക്കറ്റിൽ വരുന്നല്ല ഭരണത്തിൽ വരും. ഓക്കെ, ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇന്ത്യയിലെ എല്ലാ സ്റ്റോക്സുകളും പറക്കാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, കണ്ണും പൂട്ടി 1 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 2 ലക്ഷം രൂപയ്ക്കുള്ള ഫുൾ ക്യാപിറ്റലിൽ വാങ്ങിയിടുക. ഓക്കെ, എന്നാണ് ഈ എക്സിറ്റ് പോൾ വരുന്ന തലേ ദിവസം ആരും വാങ്ങില്ല. എന്താ ഞാൻ ഇലക്ഷൻ്റെ ദിവസമാണ് അവർ വാങ്ങിയിടുക. അപ്പോൾ എന്താ ഇലക്ഷൻ്റെ തലേ ദിവസം എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ വന്ന വെള്ളിയാഴ്ച ദിവസം ആരും വാങ്ങിക്കാനില്ല. ബിക്കോസ് 3-ാം തീയതി വാങ്ങാനാണ് എല്ലാവരും പ്ലാൻ. അപ്പോൾ എന്താ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആയതും ഹ്യൂജ് ഗ്യാപ്പ് അപ്പോട് നിയർലി 2-3% ഗ്യാപ്പ് അപ്പോട് കൂടി തന്നെ മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം വലിയൊരു മൂവ് തന്നു. പക്ഷേ ഒരു ഇൻട്രാഡേ മൂവ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ബ്രേക്ക് ഔട്ടിലാണ് ആളുകൾ ചാടി കയറിയത്. നോക്കുക, ഇനി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. റീറ്റെയിലേഴ്സ് എവിടെ ബൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് ഒരിക്കലും ഈ ഗ്യാപ്പ് അവരാരും ഫീൽ ചെയ്തില്ല. റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്ന ഇവിടെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കും. അവർ ഈ ഏരിയയിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കും. അടുത്ത ദിവസത്തേക്ക് അതായത് നെക്സ്റ്റ് ഡേ
ഇലക്ഷൻ്റെ റിസൾട്ട് ഓൾറെഡി എക്സിറ്റ് പോൾ വന്നു കഴിഞ്ഞു. ഇനി ഇത്രയും BJP-യുടെ ഭരണമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ ന്യൂസ് എല്ലാ ചാനലിനകത്തും ന്യൂസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് എന്താണ് പറയുക, നിങ്ങൾ എല്ലാവരും കണ്ണും പൂട്ടി എടുത്ത് വാങ്ങിയിട്ടോളൂ, കണ്ണും പൂട്ടി നിങ്ങളുടെ വീട് വിറ്റ് നിങ്ങൾ വാങ്ങിയിട്ടോളും, അടുത്ത ദിവസം 5% ഗ്യാപ്പ് അപ്പ് ഉണ്ടാവും. അല്ലെങ്കിൽ വലിയ വലിയ പൊളിറ്റീഷ്യൻസ് വരെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന് മാനിപ്പുലേറ്റ് ചെയ്തു. അത് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, ആരാണ് എന്താണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ വലിയ വലിയ നേതാക്കളാണ് പറഞ്ഞത് നിങ്ങൾ വാങ്ങിയിട്ടോളൂ. എന്താണ് സംഭവിച്ചത്? റീറ്റെയിലേഴ്സ് ഈ ഹൈക്ക് മേലെ പോയി ഈ റീറ്റെയിലേഴ്സ് അതിൽ 1 ലക്ഷം 2 ലക്ഷം വീട് വിറ്റും കാശ് വെച്ചിരുന്നവർ, കോൾ വാങ്ങിയിട്ടിരുന്നവരുടെ അവസ്ഥ നോക്കുക. നെക്സ്റ്റ് ഡേ നിയർലി 10% ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞ് താഴ്ത്തുന്നത്. ഈ ഒരു മൂവിൽ ഓക്കെ. ഇവിടെ നിന്നും പിന്നെ ആൾക്കാർ ഹോപ്പിൽ ബൈ ചെയ്യും. ഇല്ല, എവിടെ നിന്ന് ബൈ ചെയ്യാൻ, എവിടെ ഏത് രീതിയിൽ കുറച്ച് ആളുകളെങ്കിലും ഈ ഏരിയയിൽ നിന്ന് സെല്ല് ചെയ്തവരുണ്ട്, അവർക്ക് കുറച്ച് പൈസ കിട്ടിക്കണം. ഞാൻ ഈ ഏരിയയിൽ സെല്ല് ചെയ്തിരുന്നു, ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് ഞാൻ ബൈ ചെയ്ത് മേലോട്ടൊരു ചെറിയ മൂവ് ഞാൻ ക്യാച്ച് ചെയ്യും. ഇവിടുന്ന് ഒരു ചെറിയൊരു മൂവ്, ഇതിലും ഫുള്ളൊന്നും ക്യാച്ച് ചെയ്യുന്നില്ല. അവസാന നിമിഷത്തിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ സെല്ല് ചെയ്ത് ചെറിയൊരു മൂവ് ക്യാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ നമ്മൾ ചെറിയ മൂവിന് പുറകെ പോവുക. ഇതേപോലെ ചെറിയൊരു മൂവ്, ഇതേപോലൊരു മൂവ്, അത് ആ മൂവ് വരുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. ഒരു ഫോട്ടോഗ്രാഫർ ഓക്കെ, വലിയൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ പറയുന്നത് എന്താ, ഞാൻ പറയുന്നില്ല, മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയ്ക്ക് അത് പറയുന്നത് പോലെ തന്നെ ഒരു വലിയൊരു മൊമെൻറ്റ്, ഒരു മൂവ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു നല്ലൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ മൂവ് വരുന്നതിന് മുന്നേ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കണം. നല്ല ഷോട്ട് വരുമ്പോൾ ക്ലിക്ക് ചെയ്യുക. സെയിം ഇത്ര തന്നെ ഓപ്ഷൻ ബൈയിങ്ങിലാണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വേണ്ടത് തന്നെ മൊമെൻറ്റമാണ്. നമ്മൾ മൊമെൻറ്റം ട്രേഡേഴ്സാണ്, നമ്മൾ ട്രാപ്പ് ട്രേഡേഴ്സാണ്. എങ്ങനെ ട്രാപ്പ് ട്രേഡേഴ്സ്, ആ ട്രാപ്പിനെ തിരിച്ചറിയാൻ പഠിക്കുക. ഞാൻ എൻ്റെ ബേസിക് തൊട്ട് ഞാൻ എങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പൊസിഷൻസ് ആഡ് ചെയ്യുന്നു, അതെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ലിക്വിഡിറ്റി ഹണ്ട് ആവുന്ന സ്ഥലത്ത് മാത്രമേ അവരുടെ പൊസിഷൻസ് കൊണ്ട് അവർ ഫേക്ക് ആയിട്ടുള്ള പല കാര്യങ്ങൾ കാണിക്കും. ബട്ട് ആ രീതിക്ക് മൂവ് ആകില്ല. നിങ്ങൾ റീറ്റെയിലേഴ്സ് എവിടെ ചിന്തിക്കും, നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി. നോക്കാം ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ സിമ്പിൾ കണ്ടോ, ഈ ഒരു ഇതിലാണ് ഇവിടെ ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നു. നോക്കുക, ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ ഈ ഏരിയയിൽ ക്ലിയർ ആയിട്ടൊക്കെ നമുക്ക് മനസ്സിലാകാം. ഇവിടെ നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് എങ്ങനെ ഫെയിൽ ആകും അല്ലെങ്കിൽ ഇവിടുന്ന് റീടെസ്റ്റ് ഉണ്ടാകില്ല എന്ന് എങ്ങനെ മനസ്സിലാകാം. ഇത്ര സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഇത് ബ്രേക്ക് ചെയ്ത വോളിയം നോക്കുക, ഇതിന് ബ്രേക്ക് ചെയ്ത വോളിയം ഓക്കെ, ഇതാണ് ബ്രേക്ക് ചെയ്ത വോളിയം. ആ വോളിയത്തിനെ എപ്പോൾ ഒരു മാർക്കറ്റ് തൊട്ടടുത്ത് തന്നെ തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് ചെല്ലുമ്പോൾ ഒരു വലിയൊരു മാർക്കറ്റ് അതിനെ എൻഗൾഫ് ചെയ്യുന്നുണ്ടോ എന്ന് വിചാരിക്കുക. ഓക്കെ, എങ്കിലും വിചാരിക്കുക മാർക്കറ്റ് അതിന് മുന്നേ എന്താണ് ചെയ്തത്, ഒരു റൈസിങ് വോളിയം കൂടിയായിരുന്നു. മാർക്കറ്റ് വൺ സൈഡ് മൂവ് തന്നു, അതിനുശേഷം ഇവിടെ ഡിക്ലൈൻ വോളിയമാണ്. ഇതിനെ ഡീപ്ലി പോകേണ്ടതുണ്ട്. പക്ഷേ അതിനുശേഷം ഇതേപോലൊരു മൂവ് വരികയാണ്. ലോ വോളിയത്തോട് ബ്രേക്ക് ചെയ്തു, അതിനെ പെട്ടെന്ന് തന്നെ ഒരു ഹൈ വോളിയത്തോടുകൂടി എൻഗൾഫൊക്കെ ചെയ്യണമെങ്കിൽ നോക്കാം മാർക്കറ്റ് അവിടെ നിന്ന് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പിന്നെയും മൂവ്. അപ്പോൾ ഇതൊക്കെ മൊമെൻറ്റം ട്രേഡിങ്ങിൻ്റെ അഡ്വാൻസ് ലെവലാണ്. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വോളിയത്തിനെ കുറിച്ച് ഞാൻ വളരെ നല്ലൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്താൻ ശ്രമിക്കുക. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിങ് കഴിഞ്ഞ ദിവസത്തെ മാനിപ്പുലേഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത്ര ചിന്തിക്കുക ഇല്ല, ഇപ്പം ട്രേഡ് ചെയ്യുന്നത് ഇപ്പം ഇനി വരുന്ന ദിവസം നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യും, ഇനി വരുന്ന ദിവസം ട്രേഡ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൈ ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ചാനൽ ബ്രേക്ക്, ഇതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ അലർട്ട് ആകുക. ഓക്കെ, അതിനെ കുറച്ച് മുകളിൽ ചെന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് എൻട്രി എടുക്കുക. അപ്പോൾ സപ്പോസ് ഇന്ന് നടന്ന പോലെ ഇതൊരു ചാനൽ ബ്രേക്ക് ആയിരുന്നു ഓക്കെ, ഇതുകൊണ്ടോ ഈ ഒരു ഏരിയ ഇതൊരു എന്താ പറയുക ഒരു ബോക്സ് ടൈപ്പ് ആയിരുന്നു ഓക്കെ, ബോക്സ് ടൈപ്പ് ട്രേഡിംഗ് ആയിരുന്നു. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇതിനെ ബ്രേക്ക് ചെയ്ത് കുറച്ച് മുകളിലായിട്ട്, അതായത് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ്. അവിടെ നിന്ന് സെല്ല് ചെയ്തിട്ട് കണ്ണുപൂട്ടി ഇരിക്കരുത്. ഞാൻ ഇവിടുന്ന് 1000 പോയിന്റ് താഴത്തോട്ട് പോകും, ഇല്ല, നോ ഓക്കെ. 150 to 200 പോയിന്റ് ഓക്കെ, 150 to 200 പോയിന്റ്, 100 തൊട്ട് 130 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മിണ്ടാതെ എഴുന്നേറ്റ് പോവുക, ഓവർ ട്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഫുൾ ഡേ ഇതിന് നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള ബേസിക്സ് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ജസ്റ്റ് വോളിയത്തിന് കൂടി ഒന്ന് ചെക്ക് ചെയ്യാവും. എന്താണ് വോളിയം ബാക്ക് ടൈമിൽ അല്ലെങ്കിൽ ബാക്ക് ഡേറ്റുകളിൽ എന്താണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്യാൻഡിലുകളിൽ എന്താണ് വോളിയംസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിനെ കൂടി മനസ്സിലാക്കി ഇവിടെ ഇതേപോലെ ഒരു എൻട്രി വരുന്നതിന് മുന്നേ പ്രിപ്പയർ ആയിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യും നോക്കുക. പ്രീവിയസ് ഡേ ലോ ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ഇല്ല, അതിന് മുന്നേ ജസ്റ്റ് വോളിയം കൂടി നോക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, ജസ്റ്റ് നമുക്ക്
ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മന്ത്ലി ഫോറിൻ പോർട്ട്ഫോളിയോ പോർട്ട്ഫോളിയോ കൂടി നമുക്ക് നോക്കിയേക്കാം. ഇവിടെ ഡെയിലി ട്രെൻഡ്സ് വൈഫ് ഡിക്കറ്റാണ് നോക്കുക 3 ജൂൺ. നിങ്ങൾ നോക്കുക ഇവിടെ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് 3 ജൂൺ 95,991 95,991 കോടിയുടെ പർച്ചേസ് ആണ് ഇവിടെ ചെയ്തത്. ഗ്രോസ് സെയിൽസും ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവരവരുടെ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് എല്ലാ ഇക്വിറ്റിയിലായിക്കോട്ടെ അവരവരുടെ എന്താ പറയുക ഡെറിവേറ്റീവ്സിലായിക്കോട്ടെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഡെപ്പോസിറ്ററിയുടെ NSDL CDSL സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഏതെന്ന് കയറി നോക്കുക. അവർ 3-ാം തീയതി എന്താണ് ചെയ്തത്, 4 ജൂണിന് എന്താണ് ചെയ്തത്, 4 ജൂണിന് എന്താണ് ചെയ്തത്, ഇതൊക്കെ നമുക്ക് നോക്കുമ്പോഴേ നിങ്ങൾക്ക് എന്താണ് ഇവരുടെ പ്ലാൻ, ഇവർ ഇനി എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഏകദേശം 7-ാം തീയതി എന്തായിരുന്നു, 7-ാം തീയതി എന്തായിരുന്നു അവരുടെ പ്ലാൻ നോക്കുക. അവർ 14 അവർ ഓൾറെഡി ആ സെല്ലിംഗ് പൊസിഷന് വേണ്ടി ഓൾറെഡി അവർ പ്രിപ്പയർ ആണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നോക്കുക 7-ാം തീയതി അവർ സെല്ലിംഗ് പൊസിഷന് പ്രിപ്പയർ ആയിരുന്നു. അവരവരെ സെല്ലിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്യാൻ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അപ്പോൾ അപ്പോഴാണ് ഇതേപോലെ ഒരു ബ്രേക്കൗട്ട് കാണിക്കുന്നത്. അവർക്ക് അവർ സെല്ല് ചെയ്യണം. അവർ സെല്ലിങ്ങിന് വേണ്ടി അവർ ഓൾറെഡി റെഡിയാണ്. എന്തിനുകൊണ്ടെന്ന് വെച്ചാൽ പോലെ മന്ത്രിസഭ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടതെന്ന് അറിയാം. ഒരു മോണോപ്പൊളി ആയിട്ടുള്ള ഒരു മന്ത്രിസഭയാണ്. അവർ ചെറിയ മാർജിന് വേണ്ടിയിട്ടാണ് 1, 2, 3, 4, 5% സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ട്രേഡ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതേപോലുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് ടാക്സുകളെല്ലാം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അവർക്ക് ട്രേഡ് ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനി എന്താകും വരെ നമ്മൾ ഇതേപോലെയുള്ള എന്താകും കോർപ്പറേറ്റ് ടാക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ മന്ത്രിസഭയുടെ വാലിഡിറ്റി എത്രയുണ്ടാവും അതൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെയുള്ള ന്യൂസ് ബേസ്ഡ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന അവർ തന്നെയാണ്. സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനൊന്നും വീഴാതെ ഫോക്കസ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വോളിയൂംസ് നോക്കുക. ഈ CDSL അല്ലെങ്കിൽ NSEയുടെ സൈറ്റിൽ ഇപ്പോൾ ഇവരുടെ എന്താണ് ചെക്ക് ചെയ്യുന്നത്, ഇവരുടെ ഡേറ്റാസും കൂടി ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലാതെ നിങ്ങൾ യൂട്യൂബിൽ തപ്പി ഓപ്ഷൻ ബൈങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ടെലിഗ്രാം ടിപ്സിന് പുറകെ നിന്ന് പോയാൽ ഒരിക്കലും ട്രേഡിങ്ങിന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പൈസ ഉണ്ടാക്കി കോടിപതി ആയെന്നല്ല പറഞ്ഞത്, ബട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് കുറച്ച് നാളായിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സോ എനിക്കറിയാവുന്ന ടെക്നിക്സുകളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറച്ച് ടെക്നിക്സിൽ നിന്ന് എക്സ്ട്രാ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 5-6 മാസത്തെ ഒരു കഠിന പ്രയത്നത്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും. കുറച്ച് നാളുകൾക്കായിട്ട് ഞാൻ മാക്സിമം ദിവസങ്ങളിൽ ഇതേപോലെ ഒരു വീഡിയോസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.